ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും സൗഭാഗ്യവതിയായ നക്ഷത്രമായാണ് രോഹിണിയെ കണക്കാക്കപ്പെടുന്നത്. ചന്ദ്രന്റെ പ്രിയതമായി എന്നറിയപ്പെടുന്ന രോഹിണി വൃഷഭ രാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. ചന്ദ്രന്റെ ആധിപത്യവും ശുക്രന്റെ രാശിയും ഒത്തുചേരുന്നതിനാൽ സ്വാഭാവികമായും കല, സൗന്ദര്യം, സുഖസൗകര്യങ്ങൾ, സ്നേഹം, സ്ഥിരത എന്നിവയുടെ പ്രതീകമാണ് രോഹിണി നക്ഷത്രക്കാർ. 2026 മെയ് മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ പല മേഖലകളിലും പുതിയ വിത്തുകൾ പാകാനും നിലവിലുള്ളവ കൊയ്തെടുക്കാനുമുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ്. പ്രകൃതിയിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും കർമ്മരംഗത്തും ഊർജ്ജസ്വലത വർദ്ധിക്കുന്ന സമയമാണിത്. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സ്ഥിരത ആഗ്രഹിക്കുന്നവരാണ്. മാറ്റങ്ങളെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. എന്നാൽ 2026 മെയ് മാസം നിങ്ങളെ ചില ഗുണപരമായ മാറ്റങ്ങൾക്ക് നിർബന്ധിതരാക്കും. ഈ മാറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ അല്പം വെല്ലുവിളികളായി തോന്നാമെങ്കിലും മാസാവസാനത്തോടെ അവ നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. മെയ് മാസത്തെ ഊർജ്ജത്തെ വിശകലനം ചെയ്യുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ പുറത്തെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് കാണാം. നിങ്ങൾ ഒരു കലാകാരനോ ബിസിനസ്സുകാരനോ ഉദ്യോഗസ്ഥനോ ആരായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രത്യേക മിഴിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള നിങ്ങളുടെ സ്വാഭാവികമായ കഴിവ് ഈ മാസം ഉച്ചസ്ഥായിയിലായിരിക്കും. ഇത് ഔദ്യോഗിക ചർച്ചകളിലും കുടുംബകാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ മെയ് മാസം നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമായിരിക്കും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും കൂടെയുള്ള നക്ഷത്രമാണ് രോഹിണി. 2026 മെയ് മാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം പരീക്ഷിക്കപ്പെടും. അനാവശ്യമായ ആഡംബരങ്ങളിലേക്ക് മനസ്സ് തിരിയാൻ സാധ്യതയുണ്ട്. എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈ മാസം നൽകുന്ന സൂചനകൾ വളരെ പോസിറ്റീവാണ്. പഴയകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഈ മാസത്തിന്റെ പകുതിയോടെ നിങ്ങളെ തേടിയെത്തും. കുടുംബജീവിതത്തിൽ രോഹിണി നക്ഷത്രക്കാർ എപ്പോഴും സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്നവരാണ്. 2026 മെയ് മാസത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാകും. പരസ്പരമുള്ള ആശയവിനിമയങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കും. എങ്കിലും ചന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈകാരികമായ വേലിയേറ്റങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് അമിതമായി പ്രതികരിക്കുന്നത് കുടുംബത്തിലെ സമാധാനം കെടുത്താൻ ഇടയാകുമെന്നതിനാൽ ക്ഷമ ഈ മാസത്തിൽ നിങ്ങളുടെ മുഖമുദ്രയാകണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം ശരീരം നൽകുന്ന സൂചനകൾ അവഗണിക്കരുത്. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ഭക്ഷണപ്രിയമുള്ളവരായിരിക്കും. വേനൽക്കാലം കൂടിയതിനാൽ ഭക്ഷണ കാര്യത്തിലും പാനീയങ്ങളുടെ കാര്യത്തിലും പ്രത്യേക ശുചിത്വവും മിതത്വവും പാലിക്കണം. മാനസികമായി പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യം നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കും. ചുരുക്കത്തിൽ 2026 മെയ് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെയും ഒപ്പം ഉത്തരവാദിത്തങ്ങളുടെയും മാസമാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചന്ദ്രന്റെ തെളിച്ചം പോലെ നിങ്ങളുടെ ജീവിതത്തിലും മെയ് മാസം പ്രകാശം പരക്കും. കൃത്യമായ ആസൂത്രണവും ഈശ്വര വിശ്വാസവും കൂടെയുണ്ടെങ്കിൽ മെയ് മാസത്തെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൃത്യമായ ബലം നൽകുന്നവയാണ്. അനാവശ്യമായ ആകുലതകൾ വെടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ തയ്യാറെടുക്കുക. 2026 മെയ് മാസം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. എങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ക്രിയേറ്റീവ് മേഖലകൾ, ബാങ്കിംഗ്, അധ്യാപനം, ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഓഫറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നു. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നും ചെറിയ രീതിയിലുള്ള മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികൾ തിരിച്ചറിയുന്ന മാസമായിരിക്കും മെയ്. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ആവശ്യമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് ലാഭകരമായി മാറും. ബിസിനസ് ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വ്യക്തമായ കരാറുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. മാസത്തിന്റെ മധ്യത്തോടെ വലിയൊരു പ്രോജക്റ്റ് നിങ്ങളെ തേടി വന്നേക്കാം. ജോലിസ്ഥലത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുക. നിങ്ങളുടെ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് അനാവശ്യ ശത്രുക്കളെ ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 മെയ് മാസം നിങ്ങൾക്ക് ബാലൻസിംഗ് പീരീഡ് ആയിരിക്കും. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും വന്നുചേരാം. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരാനുള്ള സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കും. പിതൃസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. എങ്കിലും വിദഗ്ധോപദേശം തേടിയതിനു ശേഷം മാത്രം വലിയ നിക്ഷേപങ്ങൾ നടത്തുക. സ്വർണത്തിലോ മറ്റു ലോഹങ്ങളിലോ നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത ഈ മാസം കൂടുതലായിരിക്കും. അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ സാധിക്കും. പുതിയ വായ്പകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും.
കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന മാസമായിരിക്കും മെയ്. എങ്കിലും ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പങ്കാളിയുടെ പേരിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ സ്വത്ത് വാങ്ങാനോ സാധ്യതയുണ്ട്. പരസ്പര വിശ്വാസം വർദ്ധിക്കും. ചെറിയ യാത്രകൾ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം ഉറപ്പിക്കാൻ ഈ മാസം സാധിച്ചേക്കും. പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം ഉചിതമാണ്. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ഒത്തുചേരാൻ അവസരമുണ്ടാകും. സൽക്കാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കും. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സ്ത്രീകൾക്ക് ഹോർമോൺ സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ അലട്ടിയേക്കാം. ഭാവി പരിപാടികളെക്കുറിച്ച് ആകുലതപ്പെടാൻ സാധ്യതയുണ്ട്. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനം നൽകും. ചന്ദ്രന്റെ സ്വാധീനം കൂടെയുള്ളതിനാൽ അമാവാസി, പൗർണമി ദിവസങ്ങളിൽ മനസ്സിൽ ചെറിയ അസ്വസ്ഥതകൾ തോന്നാം. മാസത്തിന്റെ ഭൂരിഭാഗം സമയവും നിങ്ങൾ ഉന്മേഷവാന്മാരായി കാണപ്പെടും. എങ്കിലും അമിതമായ ജോലിഭാരം കാരണം ശാരീരിക തളർച്ച അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ വിശ്രമം ഉറപ്പാക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ കൂടുതൽ പ്രയത്നം ആവശ്യമാണ്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിന് പ്രത്യേക ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകും. പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. വിദേശ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയും. ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകേണ്ടി വരുന്നത് ഭാവിയിൽ വലിയ ഗുണങ്ങൾ നൽകും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിത വേഗത ഒഴിവാക്കുക. രാത്രി യാത്രകളിൽ ജാഗ്രത വേണം. ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നോക്കണം. ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. വിശ്വസ്തരായ വ്യക്തികളുമായി ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. രോഹിണി നക്ഷത്രക്കാർക്ക് ദേവീബന്ധനം ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഗുണം ചെയ്യും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുകയോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യുക. പാവപ്പെട്ടവർക്ക് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. മാസത്തിന്റെ തുടക്കം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നല്ലതാണ്. സാമ്പത്തികമായി ചില വലിയ ചെലവുകൾ വന്നേക്കാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. രണ്ടാം വാരം ഔദ്യോഗിക രംഗത്ത് തിരക്ക് വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. പ്രണയകാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. മൂന്നാം വാരം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന സമയമാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. മാസാവസാനം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് മികച്ച വിളവ് ലഭിക്കും. പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കാൻ അനുയോജ്യമായ സമയമാണിത്. സിനിമ, സീരിയൽ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ മധ്യത്തോടെ അനുകൂലമായ ഡീലുകൾ ലഭിക്കും. 2026 മെയ് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യനിർഭരമായ ഒന്നാണ്. ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെല്ലാം നിങ്ങളുടെ ബുദ്ധിശക്തിയും ക്ഷമയും കൊണ്ട് മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും കരിയറിൽ വളർച്ച നേടാനും ഈ മാസം അവസരമൊരുക്കുന്നു. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാക്കി നിലനിർത്താൻ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. മെയ് മാസത്തിലെ പ്രധാന ഊർജം നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. പോസിറ്റീവായ ചിന്താഗതിയോടെ മുന്നോട്ട് പോയാൽ 2026 മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച മാസങ്ങളിൽ ഒന്നായി മാറും.